ഹലോ ഹലോ, ആ ഞാനാ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്ന്. പഞ്ചായത്തിന്റെ മെയിനാണ്. എന്നാ എന്റെ ചേട്ടാ ഇങ്ങനെ പറഞ്ഞ ഞാനിപ്പോ എന്നാ പറയണേ? എന്നാ നിങ്ങളിപ്പോ എത്രാമത്തെ ആളാ വിളിക്കണമെന്നറിയോ? ഈ പഞ്ചായത്ത് മരപ്പെട്ടി ഇറങ്ങി എന്നും പറഞ്ഞു. എനിക്ക് മനസ്സമാനമല്ലോ, കുടുംബത്തിൽ ഇരിക്കാൻ നേരമില്ലല്ലോ. മരപ്പെട്ടി ഇറങ്ങാൻ നമുക്കതിന് തീരുമാനം ഉണ്ടാക്കാം. ഇന്ന് വരച്ചാ മരപ്പെട്ടി എന്റെ മടിയിരിക്കുവാണ് പിടിച്ചാൽ തല്ലിക്കൊല്ലാൻ. ഇന്നല്ലേ നാളെ ഇതിനൊരു തീരുമാനം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അത് കിടന്നിറക്കും കേട്ടോ. എന്റെ മരപ്പെട്ടി മരപ്പെട്ടി നിന്റെ നിങ്ങളെയല്ല മനുഷ്യരെ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ മരത്തിന് മേലെ ഒരു മരപ്പെട്ടി ഇരിക്കുന്നെന്ന്. നിന്റെ മന്നിപ്പ് തരം കാരണം ഞാൻ ചിരിച്ച് ചത്തു തോന്നുന്നു കേട്ടോ. നീ കണ്ടോ മരപ്പെട്ടി? ഞാൻ കണ്ടതല്ല, അപ്പുറത്ത് ജാന ചേച്ചി പറഞ്ഞു ഒരു കറുകറുത്ത മരപ്പെട്ടി ഇരിക്കുന്നെന്ന്. കറുകറുത്ത മരപ്പെട്ടിയോ? മരപ്പെട്ടി ജാന ചേച്ചി പറഞ്ഞെങ്കിൽ ശരിയായിരിക്കും. ഇന്നലെ വൈകിട്ട് ഒച്ച കേട്ടെന്ന് നീ പറയുകയും ചെയ്തു അല്ലേ? അപ്പൊ മരപ്പെട്ടി തന്നെ ആയിരിക്കും ഓടിയത്. മരപ്പെട്ടി തന്നെയല്ലേ? വലിയ മരപ്പെട്ടി അല്ലേ? അപ്പൊ പിന്നെ നീ ഒരു കാര്യം ചെയ്യും. നീ അകത്ത് പോയിട്ട് മുട്ടക്കാട്ടനൊരു വടി എടുത്തിട്ട് നേരെ മരത്തിന്റെ ചോട്ടിലേക്ക് വാ. ഞാൻ ആ മരത്തെ കാണും. ഈ ഒരു ഗെറ്റപ്പിൽ പോയ മരപ്പെട്ടി പോലും എന്നെ മൈൻഡ് ചെയ്യത്തില്ല. ഒന്നുകൂടെ ഒന്ന് ഗ്ലാമറായേക്കാം. മരപ്പെട്ടി കൊണ്ട് ഇനി പഞ്ചായത്തിൽ ആർക്കും ഒരു ശല്യം ഉണ്ടാവരുത്. മരപ്പെട്ടി ഇതിനകത്തും കൊണ്ടോ? അവിടെ ഇല്ല. മരപ്പെട്ടിനെ പിടിക്കാൻ പോലെ ബാബു അടിച്ചാവോ? ഇതല്ല ചവിട്ടി വച്ചാകണ്ട. പോകാം. ഇതല്ലേ മരപ്പെട്ടി ഇരിക്കണേ? മരപ്പെട്ടി ഇനി ഞാൻ ശരിയാക്കി തരാട്ടോ. നീ അവിടെ സൂക്ഷിച്ചിരിക്കുക. കൂലിപ്പണിക്ക് പോണ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ്ടായിരുന്നു. അയ്യോ മരപ്പെട്ടി. ചേട്ടനിത് എവിടെയാ? ഞാനിതിന്റെ മുകളിലുണ്ടെന്ന്. മരപ്പെട്ടി ചാടി പോകുന്നു. എന്നെപ്പോലെ തന്നെ എടിയെ ഞാൻ കണ്ടടി. വെള്ളിക്കാട്ടൻ കറുത്തൊരു വലിയ മരപ്പെട്ടി. തല്ലി താഴെയിടാൻ എന്റെ അളിയിലൊന്നും അല്ല മരപ്പെട്ടി. എടി എനിക്ക് എത്തത്തില്ല. മരത്തിന്റെ തുഞ്ചത്താ മരപ്പെട്ടി ഇരിക്കുന്നേ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിന്നെ കുലുക്കി താഴെ ഇടാം. താഴെ ഇടുമ്പോ ആ നിമിഷം നീ അടിച്ചു കൊന്ന കണക്കട്ടോ. കുലുക്കട്ടെ? തല്ലി കൊന്ന കേട്ടോ. സംസാരിക്കുന്ന മരപ്പെട്ടിയാ? മരപ്പെട്ടി പറഞ്ഞത് ആരാ? ചീത്ത വിളിക്കുന്ന മരപ്പെട്ടിയാ? ചേട്ടാ ഇറങ്ങി പോര്, മരപ്പെട്ടിയെ തല്ലി കൊന്നു. ഇത് ഞാനാടി. ഇത് ചേട്ടനായിരുന്നോ? മരപ്പെട്ടിക്ക് ബുദ്ധിയില്ലെന്ന് അപ്പുറത്തെ വീട്ടിലെ ജാനമ്മ ചേച്ചി പറഞ്ഞത് അത്ര ശരിയാ. അപ്പൊ മരപ്പെട്ടിയോ? എന്റെ മുമ്പില്